ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിബിഐയും എത്തിയേക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജിയിൽ ദേവസ്വം ബെഞ്ച് സിബിഐയുടെ നിലപാട് തേടിയിരുന്നു. അടുത്ത തവണ പരിഗണിക്കുമ്പോൾ സന്നദ്ധത അറിയിക്കും. സിബിഐ വന്നാൽ കൊള്ളയിൽ പങ്കുള്ള രാഷ്ട്രീയക്കാരടക്കം വൻ തോക്കുകൾ അകത്താവും. ഇഡിയുടെ പക്കലുള്ള റിമാൻഡ് റിപ്പോർട്ടുകളും മൊഴികളും രേഖകളും അടക്കം സിബിഐ പരിശോധിച്ചു തുടങ്ങി. സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തിയെന്നും ഉരുക്കിയെടുത്ത അന്യ സംസ്ഥാനങ്ങളിൽ വിറ്റുന്നതുമടക്കം ആരോപണമുയരുന്നതിനാൽ ഫലപ്രദമായ അന്വേഷണത്തിന് സിബിഐ വേണ്ടിവരും. സ്വർണ്ണപ്പാളികൾ കടൽ മാർഗം ദുബായിലെത്തിച്ച് അധോലോക കുറ്റവാളിയുടെ സംഘത്തിന് കൈമാറിയെന്നും അത് മറ്റൊരു അറബ് രാജ്യത്തെ സുൽത്താന്റെ പക്കലെത്തിയെന്നുമൊക്കെയാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്റർപോളുമായി ചേർന്ന വിദേശ രാജ്യങ്ങളിലെ അന്വേഷണത്തിന് സിബിഐക്ക് കഴിയും. സിബിഐ വന്നാൽ കള്ളപ്പണ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും തെളിയും. വിദേശത്തെ എംബസികളിൽ അറ്റാഷെമാരായുള്ള IPSകാർ വിവരശേഖരണത്തിനും അന്വേഷണത്തിനും സിബിഐയെ സഹായിക്കും. അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനും കൊള്ളയടിച്ച് സ്വർണം കണ്ടെടുക്കാനും കഴിയും. വിഗ്രഹങ്ങളും ദൈവികാംശമുള്ള സ്വർണ്ണപ്പാളികളുമൊക്കെ മോഷ്ടിക്കുന്നത് വിദേശത്ത് അവയുടെ വിലമതിക്കാനാവാത്ത ഡിവൈൻ വാല്യൂ ഉപയോഗിച്ച് കോടികൾ നേടാനാണ്. ഇന്ത്യയിൽ നിന്നുള്ള അപൂർവ വിഗ്രഹങ്ങളും ശില്പങ്ങളും US, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് എന്നിവിടങ്ങളിലെ പല ആർട്ട് ഹൗസുകളിലും വ്യക്തികളുടെ സ്വകാര്യ ശേഖരങ്ങളിലുമുണ്ട്. ബോർഡ് മുൻ അംഗങ്ങളിലേക്ക് പോലും അന്വേഷണം നീണ്ടില്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. കൊള്ളയടിച്ച സ്വർണം എവിടെ പോയെന്ന് SITക്ക് കണ്ടെത്താനായിട്ടില്ല. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും 470 ഗ്രാം സ്വർണം പിടിച്ചെടുത്തെങ്കിലും ഇത് ശബരിമലയിൽ നിന്ന് നഷ്ടമായതല്ല. സ്വർണം കണ്ടെത്താനായില്ലെങ്കിൽ കേസ് ദുർബലമാവും.